നല്ല അടിപൊളി ഗാർഡ് റോഡാണ്. നല്ല സ്റ്റീപ്പായിട്ട് ഇറക്കും കയറ്റും. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള് സൈഡിലേക്ക് വീണിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. എങ്ങനെയാണ് നമ്മള് കാലത്ത് തന്നെ എല്ലാം റെഡി ആയി ഇറങ്ങി നമ്മളെ ലഗേജ് ഒക്കെ കെട്ടി വെക്കേനെ. ഇന്നലെ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കാനേ തോന്നുന്നില്ല. പക്ഷെ നമുക്ക് റൈഡിന് കൃത്യസമയത്ത് അവിടെ എത്തണല്ലോ, അതുകൊണ്ട് പിന്നെ എണീച്ച. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. സ്ലിപ്പറി നമ്മൾ ഇറങ്ങാനാവുമ്പോഴേക്കാണ് ഇയാൾ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ചത്. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാരിയായ നമുക്ക് ഇതിങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും വെച്ചാൽ ടെയിൽ ആയതുകൊണ്ട് നമ്മൾ കയറി മേലോട്ടേക്ക് പോകുന്നതിന് സ്ലിപ്പായിട്ട് ബാക്കോട്ടേക്ക് വരെയെന്നെ. ലാസ്റ്റ് പിന്നെ അയാൾ വൈപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊന്ന് കയറി വന്നത്. ഓക്കെ, ഇവിടുന്ന് ആകെ 5 കിലോമീറ്റർ ഉള്ളു കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ബാംഗ്ലൂർ സിറ്റിയിൽ നോക്കിയാൽ നല്ല കാമൻ ക്വയറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ബഹളായിരിക്കുമല്ലോ. പിന്നെ സിഗ്നൽ ഓൺ ആയിട്ടില്ല കേട്ടോ. ഒരു 6 മണിയെല്ലാം ആകുമ്പോഴേക്ക് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനാകുമ്പോഴേക്ക് പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ എന്നോട് പറയാം റെയിൻകോട്ട് എടുത്ത് വെച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച വേനൽക്കാലമല്ലേ, മഴയൊന്നും പെയ്യൂലല്ലോ. നല്ലോണം ഒന്ന് ഉഷാറായിട്ടുണ്ടെങ്കിൽ പണി കിട്ടുവേ. അങ്ങനെ നമ്മള് കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മഴയാണ്. നമ്മളെല്ലാവരും ഇവിടെ മഴയൊക്കെ കൊണ്ടിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ അയിമേൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ ഗൈസ് മഴയൊക്കെ കൊണ്ട് നല്ല അടിപൊളി റൈഡെല്ലാം നടത്തിയിട്ട് പിന്നെ നമ്മളിപ്പം എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. എന്നാലും ഹോഗനക്കലിലേക്ക് ഇനി ഒരു 50 കിലോമീറ്റർ കൂടി ഉള്ളത്. അതായത് 75 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയതാണ്. നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ. മഴ പെയ്യുന്നു, പിന്നെ എന്തെങ്കിൽ ക്ലൗഡിയാണ്. അതെന്ന് പറയാം കയ്യെല്ലാം മരവിച്ച പോലെയുള്ളത്. ഇപ്പം പൊങ്കൽ, വട, ഇഡ്ഡലി, ചട്നി ആൻഡ് സാമ്പാർ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീണ്ടും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തേ. പിന്നെ ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ റോഡായിരിക്കും. വില്ലേജ് റോഡായാലും തന്നെ നല്ല കിടക്കാച്ച റോഡായിരിക്കും. പിന്നെ ഇടക്കിടക്ക് ഹമ്പും പിന്നെ അതുപോലെ തന്നെ പശുക്കളും ഒക്കെ ഉണ്ടാവും. എന്നാലും വേറെ കുഴപ്പമൊന്നുമില്ല, റോഡ് സൂപ്പർ ആയിരിക്കും. നല്ല അടിപൊളി ഗാർഡ് റോഡാണ്. നല്ല സ്റ്റീപ്പായിട്ട് ഇറക്കും കയറ്റും. അങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ച് കയറിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ഇതാ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള് പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി. അപ്പോഴേക്ക് ഇതാ സൈഡിലേക്ക് വീണിട്ടുണ്ട്. ഞാൻ ഇവിടെ നിർത്തി ആദ്യം ഒന്ന് നോക്കി, പക്ഷെ എനിക്കിവിടെ നിർത്താൻ പറ്റും. വണ്ടി എന്തായാലും ഈ ഒരു നമ്മളെ ഇറക്കത്തിലൊന്നും നിർത്താൻ കഴിയില്ലല്ലോ. നമ്മൾ അറിയാത്ത ഒരു റോഡൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയാൻ എപ്പോഴും നമ്മൾ റോഡിൽ തന്നെ ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്നല്ലേ ഒരു കയറ്റും ഇറക്കൊക്കെ വരുമ്പോൾ പിന്നെ നമ്മളെ വണ്ടി അതിനനുസരിച്ചിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ അപകടങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഇത് ഹോഗനക്കൽ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തി. പാർക്കിങ്ങിനോട് പൈസ ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു എക്സാക്ട് പാർക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ റോഡ് സൈഡിൽ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പാർക്ക് ചെയ്യണേ. പിന്നെ ഹെൽമെറ്റിലാണെങ്കിൽ ഞാൻ പിന്നെ എല്ലായിടത്തും പോകുമ്പോൾ അതിൻ്റെ സൈക്കിള് പിന്നെ ഹോൾഡർ ഇട്ടിട്ടാണ് പോക്ക്. പക്ഷേ ഇന്ന് എടുക്കാനും മറന്ന്. എന്നിട്ട് ഇതാ ഈ ചേച്ചിൻ്റെ കയ്യിലാണ് ഹെൽമെറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ 3 ഹെൽമെറ്റ് ഈ ചേച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന വഴിയിൽ 2 സൈഡിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടർഫോളിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പൊ ഈ നടക്കുന്ന റോഡിന്റെ 2 സൈഡിലും ഇതുപോലത്തെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇവിടെ ഫുഡ് ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. മീനൊക്കെ ഇവർ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്ത് ലൈവ് ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തൊക്കെ തരുവേ. ഇവിടെ അത്ര നല്ല ഹൈജീനിക് എന്നൊന്നും പറയാനില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാ തിന്നാനൊന്നും തോന്നുന്നില്ല. പക്ഷെ വേറൊരു ഓപ്ഷനും ഇല്ല. ഈ ഒരു ഭാഗത്ത് വേറെ റെസ്റ്റോറന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് പോയത്. ആണ് കേട്ടാ ഹോഗനക്കല്. ഇവിടെ കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് തന്നെയാണ് ആ കുട്ടവഞ്ചി ഉണ്ടാ, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടാ. തുള്ളിച്ചാടിയിട്ട് പോകുന്നുണ്ടേ. ഇപ്പൊ വട്ടം കറങ്ങിയിട്ട് തല കറങ്ങുന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു ബോട്ട് 4 പേർക്കാണ്. അപ്പൊ 3000 രൂപയാണ് വരുന്നത്. 6 വാട്ടർഫോൾസിലാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പൊ ഇതെല്ലാം കവർ ചെയ്ത് വരാൻ ഏകദേശം 2 മണിക്കൂറാവേ. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ ഇങ്ങനെ പിന്നെ നമ്മൾ കുറേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇട്ട് കറക്കുവേ, അതൊരു പ്രത്യേക രസം തന്നെയാണ്. പിന്നെ ഓരോ വാട്ടർഫോളിൽ എത്തുമ്പോൾ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയാ, നമുക്ക് ശരിക്കും വീഡിയോ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ.
അവിടെ കർണാടക. ഈ പുഴന്റെ ഒരു സൈഡ് കർണാടക, ഒരു സൈഡ് തമിഴ്നാട് വന്നേ ഇവര് പറഞ്ഞത്. മാങ്ക. ഇങ്ങനെ ഇടയ്ക്ക് ചേച്ചിമാര് ബോട്ടില് വെള്ളവും പിന്നെ ലേസും ഫ്രൂട്ട്സ് ഒക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുവരുവേ. അപ്പൊ ഞങ്ങളും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തിയപ്പോൾ നല്ലോണം ഇങ്ങനെ മീനൊക്കെ ചാടി കളിക്കുന്നത് കണ്ടേ. മുകളിൽ നിന്ന് വെള്ളം വരുന്നതാണ്, ആ ഫോഴ്സിൽ താഴേക്ക് വരുമ്പോ മീനൊക്കെ ഇങ്ങനെ ചാടി കളിക്കുന്നതാണ്. നല്ല വെയിലായിരുന്നേ. 2 മണിക്കൂർ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോഴേക്കും ആകെ ടയർഡായിനെ. പിന്നെ എനിക്കാണെങ്കിൽ തലേന്നത്തെ ഫുഡ് പോയ്സന്റെ ആ ഒരു എഫക്റ്റും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തതിൽ ക്യാൻസൽ ചെയ്തിട്ട് ഇളനീർ വാങ്ങിച്ചു കുടിക്കുന്നേ. അങ്ങനെ ഇളനീർ കുടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മെല്ലെ അവിടുന്ന് സ്കൂട്ടായ. കാരണം എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഷിവറിങ് എല്ലാം വരാൻ തുടങ്ങി. ആ ഒരു ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയേ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.